കട്ടപ്പന ഫെസ്റ്റ് 10 ദിവസം കൂടി നീട്ടി. 19-ാം തീയതി ഫെസ്റ്റ് സമാപിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഫെസ്റ്റിന് ജനത്തിരക്കേറി വരികയാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് ഫെസ്റ്റ് നീട്ടിയതെന്ന് സംഘാടകർ പറഞ്ഞു. ഫെസ്റ്റിനുണ്ടായ ജനപിന്തുണ പരിഗണിച്ചാണ് സംഘാടകർ ഫെസ്റ്റിന്റെ തീയതി നഗരസഭാ കൗൺസിൽ അനുമതിയോടെ നീട്ടിയത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും യുവാക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഫെസ്റ്റ് നഗരിയിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. അണ്ടർ വാട്ടർ ടണലും ബേഡ്സ് എക്സിബിഷനും ഡോഗ് ഷോയും ഫെസ്റ്റിൽ മുഖ്യ ആകർഷണമാണ്. മലയോര മേഖലയുടെ മാമാങ്കമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തലസ്ഥാനമായ കട്ടപ്പനയിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കട്ടപ്പന ഫെസ്റ്റ് 19-ാം തീയതി വരെ നിലവിൽ നീട്ടിയിരിക്കുകയാണ്. ഈ ഫെസ്റ്റിൽ നിന്നും അധികമായി ലഭിക്കുന്ന തുക കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുകയും പാർലമെൻ്ററി പാർട്ടി യോഗ തീരുമാനപ്രകാരം 34 വാർഡിലെ ഡയാലിസിസ്, ക്യാൻസർ തുടങ്ങി മാരകമായ രോഗങ്ങൾ ബാധിച്ചു കിടക്കുന്ന ആളുകൾക്ക് നഗരസഭാ തലത്തിൽ തന്നെ അവരെ വിളിച്ചുകൂട്ടി കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ആ പൈസ വീതിച്ച് ആ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് പാർലമെൻ്ററി പാർട്ടി യോഗം എടുത്തത്. ആ തീരുമാനം ഇന്നലെ കൗൺസിൽ നടത്തുകയും കൗൺസിൽ നഗരസഭയിലെ മുതിർന്ന അംഗം തന്നെ ആ വിഷയം ഉന്നയിക്കുകയും ആ വിഷയം കൗൺസിൽ പാസ്സാക്കുകയും നിലവിൽ അത് നടപ്പാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഫെസ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഇട്ടുകൊണ്ട് കുറെ കൂടി ജനകീയമാക്കി തീർക്കാനാണ് ഫെസ്റ്റ് കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ 2 ദിവസമായി ഫെസ്റ്റ് നഗരിയിൽ സംഘടിപ്പിക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കാണികളിൽ ആവേശം പകർന്നു. ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയിരിക്കുന്ന വിവിധ തരം അമ്യൂസ്മെന്റ് റൈഡുകൾ ആളുകൾക്കിടയിൽ സാഹസിക വിനോദം പകരുന്നു. കൂടാതെ വിവിധ സ്റ്റാളുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്.